ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒട്ടേറെ പേർ പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ മൊബൈലിൽ ഗ്രീൻ ലൈൻ വരുന്നു അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ വരുന്നു. ഇപ്രകാരമുള്ള ഇഷ്യൂസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം നോക്കിയാൽ ഇപ്പോൾ ഒട്ടനവധി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ എനിക്ക് പരിചയമുള്ള കുറച്ച് പേർക്കും ഈ ഇഷ്യൂസ് എല്ലാം അവരുടെ മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനിനെ കുറിച്ചെല്ലാമാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ എൻ്റെ ബ്രദറിന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയാം. എൻ്റെ ബ്രദർ യൂസ് ചെയ്യുന്നത് iPhone 13 Pro എന്ന മൊബൈലാണ്. ഇത് കുറച്ച് മാസങ്ങളെല്ലാം യൂസ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഗ്രീൻ സ്ക്രീൻ ആവുകയാണ് ഉണ്ടായത്. അതായത് സ്ക്രീനിൻ്റെ കളർ മാറി ഫുൾ ഗ്രീൻ സ്ക്രീനിലേക്ക് വന്നു. അതിനുശേഷം ഡിസ്പ്ലേയിൽ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കോൾ എല്ലാം വരുന്നുണ്ട്, എന്നാൽ ഇതിൽ നമുക്ക് സ്ക്രീനിലൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഐഫോണിന്റെ സർവീസ് സെന്ററുമായി കോൺടാക്ട് ചെയ്യുകയും അവർ ഈ ഒരു ഹാൻഡ്സെറ്റ് അവരുടെ സർവീസ് സെന്ററിൽ എത്തിക്കാൻ പറയുകയാണ് ഉണ്ടായത്. ഇപ്രകാരം ഇത് നമ്മൾ സർവീസ് സെന്ററിൽ എത്തിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇപ്രകാരം ഇപ്പോൾ കുറെ പേർക്ക് ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതായത് iPhone 13 സീരീസിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനാൽ തന്നെ അവർ ഇത് ചെക്കിങ്ങിനായി സെൻഡ് ചെയ്തതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ മാറ്റിത്തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രദറിന് ഇത് വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്പ്ലേ പിന്നീട് നമുക്ക് മാറ്റി ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഐഫോണിൽ മാത്രമല്ല മറ്റെല്ലാ കമ്പനികൾക്കും സാംസങ്, ഒപ്പോ, OnePlus, വിവോ ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളിലും ഈ ഒരു പ്രശ്നം ഇപ്പോൾ കോമൺ ആയി കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കുറെ പേർ പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ പലർക്കും സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ ഒരു പേടി വന്നിട്ടുണ്ട്. അതായത് ഹാർഡ്വെയർ ഇഷ്യൂ എന്തെങ്കിലും കാണിക്കുമോ, ഇപ്രകാരം ഗ്രീൻ ലൈൻ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഗ്രീൻ ആകുമോ, ഇത്തരത്തിലെല്ലാം പേടിച്ച് പലരും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ മടിയാകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ ഐഫോണിൽ ഈ ഗ്രീൻ സ്ക്രീൻ വന്നതിന് ശേഷം ഇത് വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റീപ്ലേസ് ചെയ്ത് കിട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വാറണ്ടി കഴിഞ്ഞെല്ലാമാണ് ഇത്തരത്തിലൊരു ഇഷ്യൂ വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടക്കുക എന്നതിനെ കുറിച്ചാണ്. കാരണം സ്ക്രീന് അതുപോലെ മറ്റു ഹാർഡ്വെയർ പാർട്സ് എല്ലാം റിപ്പയർ ചെയ്യുക എന്നത് വളരെ കോസ്റ്റ്ലി ആയ ഒരു കാര്യമാണ്. ഇത് കസ്റ്റമറുടെ കയ്യിൽ നിന്നുള്ള ഒരു ഇഷ്യൂ അല്ലാതെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടെല്ലാം വരുന്നൊരു ഇഷ്യൂ ആണെങ്കിൽ ഇത് വാറണ്ടി എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇത് തലവേദനയായി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ കുറേ കമ്പനികൾ ഇത് മനസ്സിലാക്കി. കാരണം ഇത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അതിനാൽ തന്നെ OnePlus എല്ലാം ലൈഫ് ടൈം അവരുടെ സ്ക്രീൻ എല്ലാം റീപ്ലേസ്മെന്റ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലതായ ഒരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ സ്ക്രീൻ എല്ലാം ചേഞ്ച് ചെയ്യുക എന്നത് പലപ്പോഴും സാധ്യമാകാറില്ല. ഉദാഹരണമായി എൻ്റെ സുഹൃത്തിൻ്റെ ബ്രദർ അവർ യൂസ് ചെയ്തിരുന്ന ഒരു OnePlus ഫോണിന് ഇതുപോലെ ഡിസ്പ്ലേ പ്രോബ്ലം വരികയുണ്ടായി. അതും ഇതുപോലെ ഡിസ്പ്ലേ എല്ലാം റീപ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് പ്രത്യേക പേയ്മെൻ്റ് ഒന്നും നൽകേണ്ടി വന്നില്ല. എന്നാൽ പിന്നീട് ഇത് വീണ്ടും ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ അവർ വീണ്ടും സർവീസ് സെൻ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അവരുടെ അടുത്തുള്ള ഒരു സർവീസ് സെൻ്ററിലേക്ക് ഈ ഫോൺ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവർ നോക്കിയതിന് ശേഷം അവർ ഓഫർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പഴയ ഫോണിന് 20,000 രൂപയുടെ വൗച്ചർ നൽകാമെന്നതാണ്. അതായത് ഇതിൻ്റെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് സാധ്യമായ ഒരു കാര്യമല്ല. അതിനാൽ തന്നെ പഴയ ഫോണിന് 20,000 രൂപയുടെ ഒരു വൗച്ചർ നൽകാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ പഴയ ഫോണെല്ലാമാണ് ഇതുപോലെ സ്ക്രീൻ ഇഷ്യൂസ് എല്ലാം വന്ന് ഇത് റീപ്ലേസ്മെന്റിനെല്ലാം വരുന്നതെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ പാർട്സ് എല്ലാം അവൈലബിൾ ആകണമെന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇതുപോലെ ഇപ്പോൾ OnePlus ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ 20,000 രൂപയുടെ ഒരു വൗച്ചർ നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ വൗച്ചർ നമുക്ക് പണമായി പിൻവലിക്കാൻ സാധിക്കില്ല. OnePlusന്റെ തന്നെ സൈറ്റിൽ കയറിയതിന് ശേഷം അവർക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് എല്ലാം വാങ്ങുമ്പോൾ ഈ 20,000 രൂപ ഇത് കുറഞ്ഞ് ബാക്കി പേയ്മെന്റ് മാത്രം നൽകിയാൽ മതി. ഇതായിരുന്നു OnePlus നൽകിയ ഈ വൗച്ചർ കൊണ്ടുള്ള ഉപയോഗം. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ വൗച്ചർ ലഭിച്ചവർക്ക് അവർക്ക് OnePlus തന്നെ വാങ്ങണമെന്ന ആഗ്രഹം ഉണ്ടാകില്ല.
അതിനാൽ തന്നെ ഇത്തരത്തിൽ വൗച്ചർ ലഭിക്കുമ്പോൾ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ വൺ പ്ലസിന്റെ തന്നെ മറ്റൊരു ഫോൺ പർച്ചേസ് ചെയ്യുക എന്നത് മാത്രമാണ്. നിലവിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് പേർ കമന്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കൂടുതലായി ഈ ഒരു ഇഷ്യൂസ് വരുന്നത് അമോ LED ഡിസ്പ്ലേസ് എല്ലാം ഉള്ള മൊബൈൽ ഫോണുകൾക്കെല്ലാമാണ്. ചില ഫോണുകളിൽ ഇത് ഒരു ലൈനായെല്ലാം വരാം, എന്നാൽ ഇത്തരത്തിലുള്ള ഗ്രീൻ ലൈൻ ഇത് പെട്ടെന്ന് തന്നെ നോട്ടീസബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇഗ്നോർ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ ഇത് പഴയ ഫോണുകൾക്ക് മാത്രമല്ല പുതിയ ഫോണിലെല്ലാം ഇപ്രകാരം ഈ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സർവീസ് സെന്ററുമായി കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ചില ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എല്ലാം യൂസ് ചെയ്തതിൻ്റെ ഫലമായെല്ലാം ഇപ്രകാരം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് നിങ്ങൾ ആവശ്യമില്ലാതെ പുതുതായി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം റിമൂവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അതായത് ഫാക്ടറി സെറ്റിംഗ്സ് ഇത് വേണമെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഇത് ഹാർഡ്വെയർ ഇഷ്യൂ കൊണ്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പലപ്പോഴും ഈ ഹാർഡ്വെയറിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും എന്നാൽ പുതിയതായി വല്ല സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഇഷ്യൂ നമുക്ക് കാണാൻ സാധിക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ ഇഷ്യൂ ഇത് റിസോൾവ് ചെയ്യുന്നതിന് നമുക്ക് അവരുടെ സർവീസ് സെന്ററുമായി കോൺടാക്ട് ചെയ്യുക എന്നത് തന്നെയാണ് ചെയ്യാൻ സാധിക്കുക. ചില ആളുകൾക്ക് ഇത് ഒരു ലൈൻ മാത്രമല്ല 2, 3, 4 ഇപ്രകാരം കൂടുതൽ ലൈൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. എന്നാൽ ചിലരുടെ സ്ക്രീനിൽ ഇത് കംപ്ലീറ്റ് പോയി ഗ്രീൻ സ്ക്രീൻ എല്ലാം ആകുന്നുണ്ട്. ഇത്തരത്തിലൊരു പ്രോബ്ലം എല്ലാം നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള സർവീസ് സെന്ററിലെല്ലാം ഈ ഒരു ഇഷ്യൂ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് പല കമ്പനികളും ഇപ്പോൾ പ്രോപ്പറായ ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നം ഇത് കൂടുതലായി എല്ലാ ബ്രാൻഡിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിനാൽ തന്നെ അവർ ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് അവർ ഈ ഒരു ഹാൻഡ്സെറ്റ് നോക്കിയതിന് ശേഷമെല്ലാമാണ് ഡിസൈഡ് ചെയ്യുക. പലപ്പോഴും ഇത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണെങ്കിൽ അവർ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ പലരും ഇതല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് വീണത് കൊണ്ട് അല്ലെങ്കിൽ മറ്റു ഇഷ്യൂസ് കൊണ്ടെല്ലാം ഇത്തരത്തിൽ സ്ക്രീനിലെല്ലാം പ്രോബ്ലം വരുമ്പോൾ ഇതെല്ലാം ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇത് ജെന്യൂനായ ഒരു കേസ് അല്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഫേക്കായി പലരും ക്ലെയിം ചെയ്യാനെല്ലാം ശ്രമിക്കുകയാണെങ്കിൽ ഇത് ജെന്യൂനായി ഉള്ള കേസുകളെ കൂടി ബാധിക്കാറുണ്ട്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്